യെസ്, ഇപ്പോൾ പാലക്കാട് പ്രശാന്ത് ശിവൻ കൂടി ബി.ജെ.പി. വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കൂടി ചേരുകയാണ്. ശ്രീ പ്രശാന്ത്, ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ബി.ജെ.പി. ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ചോദ്യം, അതിന് കൃത്യമായി തന്നെ ഉത്തരം ലഭിക്കുകയാണ്. ദ്രുതഗതിയിൽ നടപടികളിലേക്ക് കടക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അപ്പോഴും ചോദ്യം ഇതാണ്, ഈ നിമിഷവും ആ പാർട്ടി വേദികളിൽ സജീവമാണ്, പ്രചരണത്തിൽ സജീവമാണ് ഈ കൊടും ക്രൂരത ചെയ്ത ഒരാൾ. എങ്ങനെ നോക്കിക്കാണും? അല്ല, ഇതിനകത്ത് ഒരു കാര്യം വളരെ വിശദമായി തന്നെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ ഒരു വിഷയത്തിൽ തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം, MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ വിഷയം ഉണ്ടായതിന്റെ തുടക്കം മുതൽ ഞങ്ങൾ ഇതിൽ പറഞ്ഞിരുന്നു, രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പെൺകുട്ടിയുടെ മാനത്തിനാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത്, പോരാട്ടം നടത്തുന്നത് എന്ന് വളരെ വിശദമായി തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ തുടക്കത്തിൽ ഇതിനെല്ലാം ന്യായീകരിക്കുന്നതിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിരോധം തീർത്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും വന്നിരുന്നു. ഒരു ഘട്ടത്തില് കോൺഗ്രസ് പറയുന്നു അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറയുന്നു. അതേ സമയത്ത് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയതും ഇതേ കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം നൽകിയതും ഇതേ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ തന്നെയായിരുന്നു. ഇന്നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമായിരുന്നു കോൺഗ്രസ് പാർട്ടി ഇതിനകത്ത് സ്വീകരിച്ചു വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിശദമായി തന്നെ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചേ തീരൂ. അദ്ദേഹം രാജിവെക്കുന്നത് വരെ ശക്തമായ സമരങ്ങളും പ്രതിഷേധങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ടാവും. ഇനി ഇതിനകത്ത് ഇത്രയും വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ എന്താണ് പറഞ്ഞിരുന്നത്? ഒരു പരാതി പോലും ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നു. ഇത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഇതിനകത്ത് യാതൊരു പരാതി ഇല്ലെങ്കിൽ പോലും ഇതിനകത്ത് കേസെടുക്കാമായിരുന്നിട്ട് കൂടി ഇതിനകത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി ലഭിച്ചിരിക്കുകയാണ്. ഉടനടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം. മുഖ്യമന്ത്രി അതിന് നേതൃത്വം കൊടുക്കണം. ആവശ്യമായ ഇടപെടലുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള സൈക്കോപാത്തുകൾ ഉടനടി അദ്ദേഹം രാജിവെച്ച് MLA പദവി ഒഴിയണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുവാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം. ഒറ്റ ചോദ്യം കൊണ്ട് ശ്രീ പ്രശാന്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്, രാഹുലിനെ ഇത്രയും നേരം സംരക്ഷിച്ചത് ആരാണ്? അവിടെ ഒരു പ്രധാനപ്പെട്ട പേരും ആരോപണം ഉയർന്നു നിൽക്കുന്ന ഒരാളിലേക്കാണ്, ഷാഫി പറമ്പിലിനെതിരെയും വളരെ നിർണായകമായ ചില തെളിവുകൾ ഈ അതിജീവിത മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ലഭിക്കുന്നത്. അതിലേക്ക് വ്യക്തത വരണം. എങ്കിൽ പോലും ഇത്രയും നാളും ഈ കൊടും ക്രൂരത ചെയ്തവന് സംരക്ഷണം ഒരുക്കിയ ഒരാളില്ലേ? തീർച്ചയായും ഇതിനകത്ത് രാഹുലിന് ആവശ്യമായ പിന്തുണ നൽകുക, കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്റെ അപ്രമാദിത്വം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു പേവേട്ടിനെ സംരക്ഷിച്ചു നിർത്തുക, അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം നൽകി ആവശ്യമായ PR വർക്കുകൾ നടത്തി അദ്ദേഹത്തെ വീണ്ടും പാലക്കാട് സജീവമാക്കുക, ഇതെല്ലാം ഷാഫി പറമ്പിലിന്റെ ഒരു ലക്ഷ്യം തന്നെ ആയിരുന്നു. ഇതിനകത്ത് ഇദ്ദേഹത്തിനെതിരെ, രാഹുലിനെതിരെ നിരവധിയായ പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഗൗരവകരമാണ് പരാതി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കൂട്ടായ തീരുമാനം എടുത്തുകൊണ്ട് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു. പക്ഷേ സൈബർ ഇടങ്ങളിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെയും ഒരു ആർമി സൃഷ്ടിച്ച് ആ ആർമിയുടെ നേതൃത്വത്തിൽ ഇവരുടെ PR വർക്കുകൾ കൊണ്ട് വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് ഷാഫി പറമ്പിലാണേലും രാഹുൽ മാങ്കൂട്ടത്തിലാണേലും ഇവരെ സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെങ്കിലും സ്വീകരിച്ചിരുന്നത്. അതിനൊക്കെ മറികടന്നുകൊണ്ട് സത്യം എന്നൊന്നുണ്ട്. അത് ആ പെൺകുട്ടിയുടെ കരച്ചിൽ, ആ പെൺകുട്ടിയുടെ വേദന, ആ ശബ്ദ സന്ദേശം കേട്ട മുഴുവൻ മലയാളികളുടെയും മനസ്സിനെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടുള്ള ആ ഒരു ശബ്ദ സന്ദേശം, അതൊരു സത്യമാണ്. ഇവിടെ നിരവധി തവണ ആ ശബ്ദ സന്ദേശം രാഹുലിൻ്റെതാണോ എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിനെ തള്ളിക്കളയാൻ തയ്യാറായിരുന്നില്ല. മറിച്ച് ഇവിടെ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, കബളിപ്പിക്കുന്ന, ഇന്നാട്ടിലെ പെൺകുട്ടികളെ മുഴുവൻ ആളുകളെയും അപമാനിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് രാഹുൽ സ്വീകരിച്ചിരുന്നത്. രാഹുലിന് കുടപിടിച്ചുകൊണ്ട്, രാഹുലിനെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് രാഹുലിന്റെ ഗോഡ് ഫാദർമാരും സ്വീകരിച്ചിരുന്നത് ആ ഒരു നയമായിരുന്നു. കഴിഞ്ഞ ദിവസം സുധാകരൻ, അദ്ദേഹം മുതിർന്ന ഒരു നേതാവാണ് കേരളത്തിന്റെ,
അദ്ദേഹം നിരവധി സ്ത്രീകളുമായി സംവദിച്ചിട്ടുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട സുധാകരനെ പോലുള്ള ആളുകൾ പോലും രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് യെസ്